പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ദിറാസത്തുൻ അൻ റിവായത്തിൽ അൽ ഖറങ്ക് നജീബ് അൽ മഹ്ഫൂദ്. നജീബ് മഹ്ഫൂദിൻ്റെ അൽ ഖറങ്ക് എന്ന നോവലിനെ കുറിച്ചുള്ള പാഠമാണ്. നമുക്ക് റീക്യാപ്പിലേക്കും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്കും കടക്കാം. അൽ ഖറങ്കു റിവായത്തുൻ അനിൽ അദീബ് നജീബ് മഹ്ഫൂദ് നുസ്റത്ത് ഹാദി റിവായത്തുൽ المرة الأولى سنة 1974 وزمن كتابتها هو عام 1971 كما هو واضح من التاريخ المذكور في نهاية الرواية. നജീബ് മഹ്ഫൂദ് എഴുതിയ നോവലാണ് അൽ ഖറങ്ക്. ഈ നോവൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് 1974 നോവലിൻ്റെ അവസാനത്തിൽ നൽകിയിരിക്കുന്ന തീയതിയിൽ നിന്ന് വ്യക്തമാക്കുന്ന പോലെ ഇത് എഴുതിയത് 1971. تتكون رواية القرنق من 4 فصول يحمل كل واحد من الفصول اسم أحد الشخصيات المحورية في الرواية، وتأتي أسماء الفصول 4 هكذا: قرنفلة، إسماعيل الشيخ، زينب الدياب، خالد صفوان. അൽ ഖറങ്ക് എന്ന നോവലിൽ 4 അധ്യായങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഓരോ അധ്യായത്തിനും നോവലിലെ പ്രധാന കഥാപാത്രങ്ങളുടെ ഒരാളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. 4 അധ്യായങ്ങളുടെ പേരുകൾ ഇവയാണ്: ഖറൻഫല, ഇസ്മായിൽ അഷെയ്ഖ്, സൈനബ് ദിയാബ്, ഖാലിദ് സഫ്വാൻ. അടുത്തത് للنقاد آراء مختلفة في الراوي الذي يسرد أحداث رواية القرنق. يرى بعضهم أن الكتب نجيب محفوظ نفسه هو الراوي، في حين يرى بعض آخرين أن الراوي هو التاريخ. അൽ ഖറങ്ക് എന്ന നോവലിലെ സംഭവങ്ങൾ വിവരിക്കുന്ന ഘാതകൻ, നരേറ്റർ, കഥ പറയുന്നയാൾ, ആരെക്കുറിച്ച് നിരൂപകർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ നരേറ്ററെ കുറിച്ച്, കഥ പറയുന്ന ആളെക്കുറിച്ച് എന്തുണ്ട്? നിരൂപകർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. കഥാകൃത്തായ നജീബ് മഹ്ഫൂദ് തന്നെയാണ് കഥാകഥനക്കാരൻ എന്ന് ചിലർ കരുതുമ്പോൾ, ചരിത്രം തന്നെയാണ് കഥാകഥനക്കാരൻ എന്ന് മറ്റു ചിലർ കരുതുന്നു. تعود خليفة الرواية القرنق إلى تلك الفترة الممتدة التي عاشتها جمهورية مصر العربية بين حربين، هما حرب النكسة 1967 المشهورة في التاريخ باسم هزيمة حزيران، وحرب التحرير الواقعة في عام 1973 الفترة المملوءة بالاضطرابات والفوضى. ഈ നോവലിൻ്റെ പശ്ചാത്തലം ഈജിപ്റ്റ് 2 യുദ്ധങ്ങൾക്കിടയിൽ അനുഭവിച്ച കാലഘട്ടമാണ്. 1967 പ്രസിദ്ധമായ നക്സ യുദ്ധം, ജൂൺ മാസത്തിലെ പരാജയം, 1973 നടന്ന മോചന യുദ്ധം, അശാന്തിയും അരാജകത്വം നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത്. تحكي رواية القرنق عن القمع والاستبداد من قبل الحاكم الرئيس جمال عبد الناصر، وعن الفساد المنتشر في زمانه والمشاكل التي يعاني منها الشعب المثقفون. പ്രസിഡന്റ് ജമാൽ അബ്ദുൽ നാസറിന്റെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന അടിച്ചമർത്തൽ, ഏകാധിപത്യം, അഴിമതി, യുവാക്കളും ബുദ്ധിജീവികളും നേരിട്ട പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഈ നോവൽ സംസാരിക്കുന്നത്. في بداية رواية يسرد لدينا الراوي كيف عثر على وقها القرنق والتصاقه بزواره، ثم يسور عن الأشخاص الموجودين في المقهى. നോവലിൻ്റെ തുടക്കത്തിൽ കഥാകഥനക്കാരൻ അൽ ഖറങ്ക് എന്ന കഫേയും അവിടെ എത്തുന്ന സന്ദർശകരെയുമാണ് വിവരിക്കുന്നത്. തുടർന്ന് കഫേയിലുള്ള വ്യക്തികളെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നു. تبدأ أحداث رواية مع عدم حضور مجموعة من الشبان الذين كانوا يرتادون للمقهى، وبعد ذلك علم الأمر بأنهم
ഉത്ഫിലു. കഫയിൽ സ്ഥിരമായി വരാനുള്ള ഒരു കൂട്ടം യുവാക്കളുടെ അഭാവത്തോടെയാണ് നോവലിലെ പ്രധാന സംഭവങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീട് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടതായി അറിയാൻ സാധിക്കുന്നു. ഫിൽ ഫസ്ലി ഥാനി അൽ മഅനൂൻ ഇസ്മായിൽ ഷെയ്ഖ് യഖൂദന الرواء إلى حياة إسماعيل الشيخ وهو من الشخصيات المحورية في الرواية. ഇസ്മായിൽ ഷെയ്ഖ് എന്ന് പേരിട്ടിരിക്കുന്ന രണ്ടാമത്തെ അധ്യായത്തിൽ എഴുത്തുകാരൻ നമ്മെ ഇസ്മായിൽ ഷെയ്ഖിന്റെ ജീവിതത്തിലേക്ക് നയിക്കുന്നു. ഇദ്ദേഹം നോവലിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ്. അശ്ശഖ്സിയ്യത്തു ലഹാ മക്കാനത്തൻ മുഹിമ്മ ഫിൽ അമലിൽ റിവായി يستخدمها الروائي للتعبير عن آرائه وموافقه وفلسفاته. ഈ കഥാപാത്രത്തിന് സാഹിത്യ സൃഷ്ടിയിൽ വലിയ പ്രാധാന്യമുണ്ട്. കഥാകൃത്ത് തൻ്റെ കാഴ്ചപ്പാടുകളും തത്വചിന്തകളും പ്രകടിപ്പിക്കാൻ ഈ കഥാപാത്രത്തെ ഉപയോഗിക്കുന്നു. بالنسبة إلى الرواية القرآن تأتي فيها شخصيات كثيرة منها الشخصيات الرئيسة والثانوية. من الشخصيات الرئيسة التي تجسد المحور الأساسي والنقطة المركزية في هذه الرواية هي قرنفل إسماعيل الشيخ زينب دياب وخالد صفوان. അൽ കടൻ നോവലിൽ പ്രധാനപ്പെട്ടതുമല്ലാത്തതുമായ നിരവധി കഥാപാത്രങ്ങളുണ്ട്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇവരാണ്: ഖറൻഫല, ഇസ്മായിൽ ഷെയ്ഖ്, സൈനബ് ദിയാബ്, ഖാലിദ് സഫ്വാൻ. ഖറൻഫല ഹിയ ശഖ്സിയ്യത്തുൻ റഈസിയ്യത്തുൻ ഫി റിവായ സാഹിബത്തുൽ മഖഹാ അൽ ഖറൻ അല്ലത്തി നാഹസ ഉംറുഹ അൽ അർബഈന വലം യുഫാരിഖ മിൻഹാ ജമാലുഹ السحري. في المقهى تقدم قرنفل مع المشروبات اللذيذة بيئة مناسبة للقاءات الثقافية والمسامرة الودية بين المخبرين والمثقفين وطلبة الجامعة. ഖറൻഫല നോവലിലെ പ്രധാന കഥാപാത്രവും അൽ കടൻ കഫയുടെ ഉടമയുമാണ്. 40കളോട് അടുത്ത പ്രായമുള്ള ഇവർക്ക് മാന്ത്രികമായ സൗന്ദര്യമുണ്ട്. സാംസ്കാരിക കൂട്ടായ്മകളും ബുദ്ധിജീവികളും വിദ്യാർത്ഥികളും സംസാരിച്ചിരിക്കാൻ അനുയോജ്യമായ അന്തരീക്ഷവും രുചികരമായ പാനീയങ്ങളും കഫയിൽ അവർ ഒരുക്കുന്നു. ഇസ്മായിൽ ഷെയ്ഖ് വാഹിദ് من الزبائن المعتادين في المقهى القرن يجتمع كل يوم مع أصدقائه في المقهى للمناقشة والدردشات ونستطيع القول إنه يلعب بدور البطل الرياضي في الرواية. ഇസ്മായിൽ ഷെയ്ഖ് കഫയിലെ സ്ഥിരം ഉപഭോക്തരിൽ ഒരാളാണ്. സുഹൃത്തുക്കളോടൊപ്പം ചർച്ചകൾക്കായി ദിവസവും അവിടെ കൂടുന്നു. നോവലിലെ പ്രധാന നായകന്റെ പങ്ക് വഹിക്കുന്നത് ഇദ്ദേഹമാണെന്ന് പറയാം. 3 തവണ ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ആദ്യത്തെ അറസ്റ്റിൽ കാരണമായ തന്റെ സുഹൃത്ത് ഹമ്മാദൊപ്പം ഇരുന്നതാണ്. تعرض إسماعيل الشيخ للاعتقال 3 مرات وكان السبب وراء اعتقاله في المرة الأولى مجرد مجالسته مع صديقه ഹിൽമി ഹമ്മാദ. അതാണ് പറഞ്ഞത്. ഇസ്മായിൽ ഷെയ്ഖ് അദ്ദേഹത്തിന് 3 തവണ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ അറസ്റ്റിന് കാരണം തൻ്റെ സുഹൃത്ത് ഹിൽമി ഹമ്മാദയോടൊപ്പം ഇരുന്നതാണ്. في المرة الثانية اعتقل إسماعيل الشيخ بتهمة انتمائه للشيوعيين. രണ്ടാമത്തെ തവണ ഇസ്മായിൽ ഷെയ്ഖ് അറസ്റ്റിലായത് കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനാണ് എന്ന ആരോപണത്തിലാണ്. أجبر إسماعيل الشيخ لمراقبة صديقه حلمي حمادة فاعتفل مرة ثالثة لأنه لم يكن مستعدا للقيام بالمهمة الموكلة إليه من قبل ضابط المخابرات خالد صفوان. 3ാമത്തെ തവണ അറസ്റ്റായപ്പോൾ ഇന്റലിജൻസ് ഓഫീസറായ ഖാലിദ് സഫ്വാൻ നൽകിയ ചുമതല നിർവഹിക്കാൻ തയ്യാറാകാത്തതിനാൽ തൻ്റെ സുഹൃത്ത് ഹിൽമി ഹമ്മാദയെ നിരീക്ഷിക്കാൻ നിർബന്ധിതനായി.
تتمثل زينب البطلة في رواية الكرم شابة جميلة في المطلع الحياة تحب إسماعيل الشيخ وكانت أيضا معرضة للاعتقال وللتعذيب الوحشي والاغتصاب في داخل السجن لدى حبيبها إسماعيل. സൈനബ് നോവലിലെ നായികയാണ്. ജീവിതത്തിൻ്റെ തുടക്കത്തിലുള്ള മനോഹരമായ ഒരു യുവതി ഇസ്മായിൽ അൽ ഷെയ്ഖിനെ സ്നേഹിക്കുന്നു. അവരും അറസ്റ്റ് ചെയ്യപ്പെടുകയും ക്രൂരമായ പീഡനങ്ങൾക്കും ജയിലിൽ വെച്ച് മാനഭംഗത്തിന് ഇരയാവുകയും ചെയ്യുന്നു. خالد صفوان ضابط المخابرات الذي يمثل الظلم والفساد والقمع والاستبداد الذي وكل بمراقبة حركات السرية والأصوات المعادية من الجماهير ضد السلطة. ഖാലിദ് സഫ്വാൻ അനീതി, അഴിമതി, അടിച്ചമർത്തൽ എന്നിവയെ പ്രതികരിക്കുന്ന ഇൻ്റലിജൻസ് ഓഫീസറാണ്. രഹസ്യ പ്രസ്ഥാനങ്ങളെ ഭരണകൂടത്തിനെതിരെയുമുള്ള ശബ്ദങ്ങളെ നിരീക്ഷിക്കാൻ ചുമതലപ്പെട്ടയാളാണ് അദ്ദേഹം. يرمز الروائي نجيب محفوظ بشخصيته خالد صفوان إلى طغيان وفساد رجال ثورة يوليو. നജീബ് മഹ്ഫൂദ് ഖാലിദ് സഫ്വാൻ എന്ന കഥാപാത്രത്തിലൂടെ ജൂലൈ വിപ്ലവത്തിലെ ആളുകളുടെ അടിച്ചമർത്തലിനെയും അഴിമതിയെയും പ്രതീകാത്മകമായി കാണിക്കുന്നു. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫി അയ്യി സനത്തിൻ നശ്റത്ത് റിവായത്തു അൽ കറങ്ക്. അൽ കറങ്ക് നോവൽ ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചത്? ആൻസർ 1974. രണ്ടാമത്തെ ചോദ്യം, തഊദുൽ خلفية رواية القرن إلى تلك الفترة الممتدة التي عاشتها جمهورية مصر العربية بين حربين ما هما. ഈജിപ്റ്റ് അനുഭവിച്ച ഏത് രണ്ട് യുദ്ധങ്ങൾക്കിടയിലുള്ള കാലഘട്ടമാണ് നോവലിൻ്റെ പശ്ചാത്തലം? ആൻസർ ഹർബ് നഖ്സ 1967 ഹർബ് തഹരീർ 1973. നഖ്സ യുദ്ധവും 1960 നഖ്സ യുദ്ധവും അതേപോലെ സ്വാതന്ത്ര്യ യുദ്ധവും 1973 സ്വാതന്ത്ര്യ യുദ്ധവും ഇടയിലുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം, മാഹുവ സമനുൽ കിതാബത്തി റിവായത്ത് അൽ കറങ്ക് അല്ലദി യത്തലഉ മിന താരീഖിൽ മദ്കൂരി ഫി നിഹായത്തി റിവായ. നോവലിൻ്റെ അവസാനത്തിൽ നൽകിയിരിക്കുന്ന തീയതി അനുസരിച്ച് ഇത് എഴുതിയ കാലഘട്ടം ഏതാണ്? ആൻസർ 1971 1971. നാലാമത്തെ ചോദ്യം, തഹക്കി റിവായത്ത് അൽ കറങ്ക് അനിൽ ഖുംഇ വൽ ഇസ്തിബ്ദാൽ ഫസാദി അൽ മുന്തശരി ഫി സമാനി ഹാകിം മിൻ ഹുക്കാമി ജംഹൂരിയത്തി മിസ്രിൽ അറബി മൻ ഹാദൽ ഹാക്കിം. ഈജിപ്തിലെ ഏത് ഭരണാധികാരിയുടെ കാലത്തെ അടിച്ചമർത്തലിനെയും അഴിമതിയെയും കുറിച്ചാണ് ഈ നോവൽ പറയുന്നത്? അൽ ഹാക്കിമു റയീസ് ജമാൽ അബ്ദുൽ നാസിർ. ഹാക്കിം നേതാവ് ജമാൽ അബ്ദുൽ നാസിറിൻ്റെ കാലഘട്ടത്തിൽ. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, മൻഹുൽ കറങ്ക് ഫി ഹദി റിവായ. ഈ നോവലിലെ അൽ കറങ്ക് എന്താണ്? ആൻസർ مقهى شعبي يقع بوسط القاهرة الذي يدور أغلب الأحداث الرواية داخله. നോവലിലെ പ്രധാന കൊയ്റോയുടെ മധ്യഭാഗത്തുള്ള ഒരു സാധാരണ കഫേ. നോവലിൽ ഭൂരിഭാഗം സംഭവങ്ങൾ നടക്കുന്നത് അവിടെയാണ്. അടുത്ത ആറാമത്തെ ചോദ്യം, മൻഹുൽ ഖറൻഫല. ഖറൻഫല ആരാണ്? ആൻസർ ഖറൻഫല ഹിയ ശഖ്സിയത്തുൻ റഈസിയത്തുൻ ഫി റിവായ സാഹിബത്തുൽ മഖഹ അൽ കറങ്ക്. ഖറൻഫല എന്ന് പറയുന്നത് നോവലിലെ പ്രധാന കഥാപാത്രവും സാഹിബത്തുൽ മഖഹ അൽ കറങ്ക് കഫേയുടെ ഉടമയും. ഏഴാമത്തെ ചോദ്യം, കം മറത്തൻ ഉഅ്തഖില ഇസ്മായിൽ ഷെയ്ഖ്. എത്ര തവണയാണ് ഇസ്മായിൽ ഷെയ്ഖ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്? ആൻസർ
തഅറദ ഇസ്മായിൽ ഷെയ്ഖ് ലിഇഅ്തിഖാലി 3 مرات 3 തവണയാണ് ഇസ്മായിൽ ഷെയ്ഖ് എന്ത് ചെയ്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. 10ാമത്തെ ചോദ്യം മൻ ഹുവ സൈനബ് ദിയാബ്. സൈനബ് ദിയാബ് ആരാണ്? ആൻസർ എട്ടാമത്തെ ചോദ്യമാണ്. കാന സബബ ഇഅ്തിഖാൽ ഇസ്മായിൽ ഷെയ്ഖ് ഫിൽ മറത്തിൽ ഊല മുജാലസതുഹു മഅ സദീഖിഹി അല്ലദി യുഅയ്യിദു അശ്ശുയൂഇയ്യത മൻ ഹുവ. കമ്മ്യൂണിസ്റ്റിനെ പിന്തുണയ്ക്കുന്ന സുഹൃത്തിനോടൊപ്പം ഇരുന്നതിന് ആദ്യമായി ഇസ്മായിൽ ഷെയ്ഖ് അറസ്റ്റിലായത് ആയപ്പോൾ ആ സുഹൃത്ത് ആരായിരുന്നു? ആൻസർ ഹിൽമി ഹമ്മാദ. 9ാമത്തെ ചോദ്യം ലിമാദ ഉത്ഫില ഇസ്മായിൽ ഷെയ്ഖ് മറത്തൻ സാനിയത്തൻ. 2ാമത് ഇസ്മായിൽ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്? ബിതുഹ്മത്തി ഇന്തിമാഇഹി ലിശ്ശിയൂഇയ്യീൻ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആളാണ്, കമ്മ്യൂണിസ്റ്റ് ആശയക്കാരൻ എന്ന ആരോപണത്താലാണ് അറസ്റ്റിലായത്. 10ാമത്തെ ചോദ്യം മൻഹുവ സൈനബ് ദിയാബ്. സൈനബ് ദിയാബ് ആരാണ്? മൻഹിയ സൈനബ് ദിയാബ്. സൈനബ് ദിയാബ് ആരാണ്? അൽ ബത്ലത്ത് ഫി റിവായത്ത് അൽ കടങ്ക് നോവലിലെ നായിക. ഷാബത്തിൻ ജമീലത്തിൻ ഫി മത്ലഇൽ ഹയാത്തി. ജീവിതത്തിൻ്റെ തുടക്കത്തിലുള്ള ഒരു സുന്ദരിയായ യുവതി. 11ാമത്തെ ചോദ്യം മൻഹുവ ഖാലിദ് സഫ്വാൻ. ഖാലിദ് സഫ്വാൻ ആരാണ്? ضابط المخبرات الذي يمثل الظلم والفساد والقمع والاستبادة في الرواية. നോവലിൽ അനീതി, അഴിമതി, അടിച്ചമർത്തൽ, ഏകാധിപത്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഇന്റലിജൻസ് ഓഫീസർ അഥവാ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ. 12ാമത്തെ ചോദ്യം ഇല അയ്യി ഷൈഇൻ യർമുസു നജീബ് മഹ്ഫൂദ് ബി ശഖ്സിയത്തി ഖാലിദ് സഫ്വാൻ. ഖാലിദ് സഫ്വാൻ എന്ന കഥാപാത്രത്തിലൂടെ നജീബ് മഹ്ഫൂദ് എന്തിനെയാണ് പ്രതീകാത്മകമായി കാണിക്കുന്നത്? ആൻസർ ഇല തുഗ്യാനി ഫസാദി റിജാലി സവറത്തിൻ യൂലിയു. ചൂല വിപ്ലവത്തിലെ ആളുകളുടെ അടിച്ചമർത്തലിലേക്കും അഴിമതിയിലേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.